ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലവട്ടം പല ദിക്കുകളിലായി നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലായി ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ച നടന്നാൽ മാത്രമേ ഈ യുദ്ധത്തിന് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അമേരിക്കയ്ക്കും അറിയാം, ഇറാനും അറിയാം. പക്ഷേ അമേരിക്ക എടുക്കുന്ന നിലപാട് ഒരിക്കലും സ്വീകരിക്കാനാവില്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. അമേരിക്ക ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിലേക്ക് ഇറാനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ചർച്ച നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം. ട്രംപ് പറയുന്നു, ചർച്ച നടത്തിപ്പിക്കാൻ എനിക്കറിയാം, ഇറാനെ വറുതിയിലാക്കാൻ എനിക്കറിയാം എന്ന് അദ്ദേഹം സാധാരണ പറയുന്നത് പോലെ വീമ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇറാൻ അതിനോട് പ്രതികരിക്കുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ജിമ്മി, എന്ത് കരുതുന്നു? ഈ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ടോ? ചർച്ച നടന്നാൽ തന്നെ അമേരിക്ക വെക്കുന്ന ഉപാധികളോട് ഇറാൻ അതിനോട് കൂടെ നിൽക്കാൻ ഇറാൻ സാധിക്കുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ച നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അമേരിക്ക വലിയ കോൺഫിഡൻസിലും നടക്കുമെന്നുള്ളതിലും നടക്കില്ല എന്ന വലിയ കോൺഫിഡൻസിൽ ഇറാൻ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. ഈ ട്രംപിൻ്റെ പല നിലപാടുകളുമാണ് ഈ ചർച്ച കുളമാക്കിയത്. ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ചർച്ച നടക്കുമ്പോൾ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ അവർ സമ്മതിച്ചു. അവരിനി കുറേ കാലത്തേക്ക് ആണവ സമ്പുഷ്ടീകരണം നടത്തില്ല, ഇതെല്ലാം സമ്മതിച്ച് കഴിഞ്ഞു എന്ന മട്ടിൽ പരസ്യ പ്രഖ്യാപനം നടത്തിയതാണ് ഇത് കുളമാക്കിയതിനെക്കുറിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾ തന്നെ പറഞ്ഞതായുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപിൻ്റെ ഈ വാചാടോപവും വാചകമടിയുമാണ് ഇതിനെ കുളവാക്കിയെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്തവണ ചർച്ച നടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇറാനെ അപമാനിച്ചുകൊണ്ട് ഹോർമൂസ് സ്ട്രൈറ്റ് ഇറാൻ തുറന്നപ്പോൾ നേവൽ ബ്ലോക്കേഡ് അമേരിക്ക പിൻവലിക്കാതിരുന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ചർച്ച കുളമായത്. അത് പിൻവലിക്കാതെ, അമേരിക്ക നിലപാടിൽ നിന്ന് പിൻവലിക്കാതെ ചർച്ചയ്ക്ക് വരുന്ന പ്രശ്നമില്ല എന്ന് ഇറാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇറാനിന് പിന്മാറാനാവില്ല. അതൊരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. നാട്ടിലെ ജനങ്ങളെ മുഴുവൻ അമേരിക്കയെ ആക്രമിക്കുന്ന പാലങ്ങൾക്കും ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസിന് മുമ്പിൽ വരിയായി നിർത്തിയാണ് ഇറാനൊരു ഡിഫൻസ് ഉണ്ടാക്കിയത് വെടിനിർത്തലിന് തൊട്ട് മുമ്പ്. അപ്പോൾ അങ്ങനെ ഒരു ജനതയെ തെരുവിലിറക്കി നിർത്തിയിരിക്കുന്ന ഇറാന് ഇനി അമേരിക്കയുടെ ബ്ലോക്കേഡ് പിൻവലിപ്പിക്കാതെ ചർച്ചയ്ക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ തമാശകരമായ കാര്യം, ഈ മുഴുവൻ കഥകളിലും യുദ്ധം തുടങ്ങിയത് മുതലുള്ള ഓരോ ദിവസത്തെയും ട്രംപിൻ്റെ മാറി വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, ഞങ്ങൾ ഇന്ന് യുദ്ധം നിർത്തും, നാളെ പറയും ഞങ്ങൾ യുദ്ധം ചെയ്യും, അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ സമാധാനത്തിന്, അയാൾ കൊള്ളാം, പുതിയ പരമോന്നത നേതാവ്, ഇതൊക്കെ പറയുന്നതനുസരിച്ച് ഓഹരി വിപണിയിലും ലോകത്തെ വിപണികളിലും വലിയ ചാഞ്ചാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് BBC-യുടെ ഒരു റിപ്പോർട്ടാണ്. BBC-യുടെ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് പറയുന്നത്, അമേരിക്കയിലെ ഈ വാതുവെപ്പ് മാർക്കറ്റുകൾ, ബിഡിംഗ് മാർക്കറ്റ്സിൽ വളരെ രസകരമായ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അതായത് ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. നിക്കോളാസ് മദുറൈ അറസ്റ്റ് ചെയ്യപ്പെടും, അമേരിക്ക പിടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞ ഒരാൾ ബെറ്റ് വയ്ക്കുന്നു. ഒരു ബെറ്റിംഗ് ഇതിൽ കയറി, പ്രൊഡിക്ഷൻ മാർക്കറ്റിൽ പോളി മാർക്കറ്റ് എന്നാണ് ആ ബെറ്റിംഗ് സ്ഥലത്തിൻ്റെ പേര്. അത് 2025 ഡിസംബറിലോട് കൂടിയാണ് ഇത് ആക്റ്റീവായി വന്ന് ഈ ബെറ്റ് വരുന്നത്. ബേർഡൻസം മിക്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ബെറ്റ് വരുന്നത്. $32,000. 5 ദിവസം കഴിയുമ്പോൾ നിക്കോളാസ് മദുറൈ അറസ്റ്റിലാവുന്നു. അയാൾക്ക് $4,36,000 വലിയ ലാഭം. ഈ അക്കൗണ്ടിൻ്റെ പിന്നിൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ എന്ന് പറയുന്ന ട്രംപിൻ്റെ സ്വന്തം മകനാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് BBC പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അന്നേ തുടങ്ങിയതാണ്. അതിനുശേഷം കാൽഷി എന്ന് പറയുന്ന വേറൊരു ഇതുപോലത്തെ ഒരു പ്രൊഡിക്ഷൻ മാർക്കറ്റുണ്ട്. അതിൻ്റെ സ്ട്രാറ്റജിക് അഡ്വൈസർ തന്നെ, അതായത് ബെറ്റ് വയ്ക്കുന്ന ഈ മാർക്കറ്റിൻ്റെ സ്ട്രാറ്റജിക് അഡ്വൈസർ തന്നെ ട്രംപിൻ്റെ മകനാണ്. നിക് മാർഷലിൻ്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുന്നത് 6 അക്കൗണ്ടുകൾ പുതുതായി ഇതുപോലത്തെ ബെറ്റിംഗ് മാർക്കറ്റുകൾ ദുരൂഹമായി പ്രത്യക്ഷപ്പെട്ടു. അവർ ഇറാൻ്റെ പരമോന്നത നേതാവിനെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞ് ബെറ്റ് വെച്ച് $12 ലക്ഷം മേടിച്ചുകൊണ്ട് പോയി. ബെറ്റ് വെച്ച് ഈ 6ൽ 5 അക്കൗണ്ടുകൾ അതിനുശേഷം പിന്നെ അനങ്ങിയിട്ടില്ല, ഡിഫങ്റ്റാണ്. ഇത് കൂടാതെ ഓർക്കുന്നുണ്ടല്ലോ, ഡോളറിൻ്റെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ട്രംപ് പറയുന്ന ദിവസം, ട്രംപിന് വലിയ നാണക്കേടാണെന്ന് നമ്മൾ പറഞ്ഞ ദിവസം, ഫ്യൂച്ചർ മാർക്കറ്റിൽ വില കുറയുമെന്ന് പറഞ്ഞൊരു വലിയൊരു ബിഡിങ് നടന്നിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതായത് ഔട്ട് ഓഫ് ദ ബ്ലൂ ട്രംപിന് വട്ടാണെന്നും ട്രംപ് പേടിച്ചെന്നും ട്രംപ് തോറ്റെന്നും പറഞ്ഞ് നമ്മൾ ആഘോഷിച്ച വാർത്ത, ആ വാർത്തയുടെ തലേ ദിവസം ഫ്യൂച്ചർ മാർക്കറ്റ്, അതായത് നാളെ വില എത്ര എന്നതെന്ന് വെച്ചിപ്പം നിങ്ങൾക്ക് 10 രൂപ ഒരു സാധനത്തിന് നാളെ വിലയാവുമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാനത്
എൻ്റെ ഒരു ഉൽപ്പന്നമുണ്ട്, ഞാൻ 12 രൂപയ്ക്ക് വിൽക്കാനിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാരെങ്കിലും വാങ്ങിക്കാൻ അവിടെ തയ്യാറായാൽ 10 രൂപയെ മാർക്കറ്റിൽ വിലയുള്ളെങ്കിലും 12 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കാൻ നിർബന്ധിതനാവും. അപ്പോൾ നാളത്തെ വില എത്രയാണെന്ന് നിങ്ങൾ അറിയണം. അതാണ് ഇതിനകത്തെ കളി. അങ്ങനത്തെ ഫ്യൂച്ചർ മാർക്കറ്റിൽ നാളെ വില ഇടിയും എന്ന് മനസ്സിലാക്കി വളരെ വലിയ കച്ചവടം നടന്നിട്ടുണ്ട്. ഇത് മുഴുവൻ ട്രംപിൻ്റെ പരിപാടിയാണെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് BBC, വേറെ ചെറിയ മാധ്യമമൊന്നുമില്ല, BBCയുടെ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടാണ്. ബെറ്റിംഗ് മാർക്കറ്റുകളിലും ഫ്യൂച്ചർ മാർക്കറ്റുകളിലും വളരെ വലിയ സ്പെക്കുലേറ്റീവ് ട്രേഡുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഥകളെ മുഴുവൻ തിരിച്ചൊന്ന് വായിച്ചു നോക്കൂ. ട്രംപിന് ഭ്രാന്തല്ല സത്യത്തിൽ. ട്രംപ് ഒരു ഗംഭീര ബിസിനസ്മാനായി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തിനും അവനവന് തന്നെയും പൈസ ഉണ്ടാക്കുന്ന വേറൊരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ട്രംപ് ജൂനിയറാണ് ട്രംപിന് വേണ്ടി പണി മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് തെളിഞ്ഞാലോ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, 5 അക്കൗണ്ടുകൾ ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം ബെറ്റ് ചെയ്ത ശേഷം പിന്നെ അത് അനങ്ങിയിട്ടില്ല. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ട്രംപ് കച്ചവടക്കാരനായിട്ട് ഒരാൾ പ്രസിഡൻ്റ് ആവുന്നത് കുഴപ്പമില്ല, പക്ഷേ ആ പണി അയാൾ വീണ്ടും തുടർന്നാലോ. ട്രംപിൻ്റെ മുഴുവൻ പരിപാടി, അപ്പോൾ നമ്മളിപ്പോൾ ട്രംപ് എന്തിനാണ് ഇറാൻ യുദ്ധത്തിനെ ചർച്ചയ്ക്കേ വരുന്നില്ല എന്ന് പറയുമ്പോൾ JD വാൻസിനോട് നിങ്ങൾ ഇസ്ലാമാബാദിലേക്ക് പോകുമെന്ന് പറയുന്നത്, അമേരിക്കയുടെ പ്ലെയിൻ അവിടെ എത്തുന്നുണ്ട്, അമേരിക്കയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ചർച്ചയ്ക്ക് വരുന്നുണ്ട്, ഇറാൻ ഇല്ല. അപ്പോൾ വീണ്ടും നമ്മൾ കൺഫ്യൂഷനാണ്. എന്താണ്? നോക്കൂ, ട്രംപിൻ്റെ ഇതുവരെയുള്ള പരിപാടികളിൽ ഇങ്ങനൊരു കച്ചവടം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇതിലെന്ത് കച്ചവടമാണ് സാഹിബ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പണമുണ്ടാക്കാൻ ഒരു രാജ്യത്തെയും മറ്റു കുറേ രാജ്യങ്ങളെയും കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു ഭ്രാന്തൻ്റെ അതി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കളിയാണ് നമ്മൾ കാണുന്നതെങ്കിലോ. എന്നുവെച്ചാൽ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. ട്രംപിന് അമേരിക്കയുമില്ല, അമേരിക്കക്കാരുമില്ല, ഇറാൻ്റെ അണുവായുധവുമില്ല, ഇസ്രായേലിൻ്റെ സുരക്ഷയുമില്ല, ഒന്നുമല്ല പ്രശ്നം. ഫോർ എ ഫ്യൂ ഡോളേഴ്സ് വൻ തുക കിട്ടുന്ന എന്തു പരിപാടിക്കും ട്രംപ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ. ട്രംപ് ഒരു സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ അമേരിക്കയിലെ വലിയ പണക്കാരൊരാളായിരുന്നു. അതിനുശേഷം ട്രംപ് പൊളിഞ്ഞ് പാപ്പരായി. അതിനുശേഷം അയാൾ വീണ്ടും റീബിൽഡ് ചെയ്ത് അങ്ങനെ കച്ചവടത്തിൽ കിടന്ന് കളിക്കുന്ന മനുഷ്യനാണ്. അയാൾ ചെയ്യുന്ന ഒരു പണിയാണെന്നാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ വേണം ഇനി നടക്കാൻ പോകുന്ന ചർച്ചയെ കാണാൻ. ട്രംപിന് സൗകര്യമുള്ളപ്പോൾ സൗകര്യമുള്ള കാര്യം ട്രംപ് പറയും. ആ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈന്യത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. അയാൾക്ക് തോന്നുന്ന അയാൾ ചെയ്യും. മാർക്കറ്റ് എങ്ങനെ ചലിക്കണമെന്ന് ട്രംപ് തീരുമാനിക്കും. എന്തൊരു അപകടം പിടിച്ച ഒരു മനുഷ്യനെയാണ് അമേരിക്കൻ ജനത തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നതോ ഗൾഫിലെയും പ്രത്യേകിച്ച് ഇറാനിലെയും മനുഷ്യരും. അതുകൊണ്ട് എനിക്ക് ഒരു പ്രഡിക്ഷനും ഇല്ല. ഇത് ട്രംപിന് ലാഭം കിട്ടുന്നത് എന്തോ പുതിയ പരിപാടിക്കുള്ള കളിയാണ്. ചർച്ച പോലും ആയിരിക്കില്ല അയാളുടെ മനസ്സിലുള്ളതെന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. പ്രമോദ്, എപ്പോഴും ട്രംപ് പറയുന്നത് ഡീൽ ഓർ നോ ഡീൽ എന്നുള്ളതാണ്. ഇപ്പം ജിമ്മി പറഞ്ഞതനുസരിച്ച് ഇതും ഒരു ഡീലാകാം. പക്ഷേ അപ്പോഴും നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ നമ്മളൊരു കൊലപാതകമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സമാധാന യോഗം വിളിക്കും. അപ്പോൾ സമാധാന യോഗം വിളിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളിയൊക്കെ പരമാവധി ഒഴിവാക്കി ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് യോഗം വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നു. പക്ഷേ അതിലേക്ക് വിളിക്കുന്നത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ ചെയ്യുമ്പം ലോകത്തുള്ള എല്ലാവരും അതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്? അതിലേറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നൗഫലിനെ ആക്രമിക്കുന്നു, നൗഫലിന് വലിയ നഷ്ടമുണ്ടായി എന്ന് ഞാൻ തന്നെ പറയുന്നു. നശിപ്പിച്ചു കളഞ്ഞു, നൗഫലിൻ്റെ എല്ലാ സ്വത്തുക്കളും എല്ലാം ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു, ഇനി അയാളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന നിലയിലൊക്കെയുള്ള അവകാശവാദങ്ങൾ ഞാനൊരു വശത്ത് നടത്തുന്നു. എന്നിട്ടോ നൗഫലിൻ്റെ ആളുകൾ ചർച്ചയ്ക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആളെ ഞാൻ പാകിസ്ഥാനിലേക്ക് അയക്കാണ്. ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. JD വാൻസ് അയാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത അധികാര കേന്ദ്രമാണല്ലോ. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ മറ്റൊരു രാജ്യത്ത് ചെന്ന് തലസ്ഥാനത്തേക്ക് ചെന്ന് അവിടെ ചർച്ച നടന്നേക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് അയാളുടെ ഏറ്റവും മുതിർന്ന സൈനിക നയതന്ത്ര നേതാക്കളെയും കൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ അങ്ങനെ എന്താണ് അതിൻ്റെ ആവശ്യം? ഇപ്പോൾ സാധാരണ നിലയിൽ ഇപ്പോൾ അമേരിക്ക പറയുന്നു, ഞങ്ങൾ ഭീഷണിപ്പെടുത്തി നിങ്ങളെ നെഗോഷിയേഷൻ ടേബിളിൽ എത്തിക്കും, നിങ്ങൾക്ക് വഴങ്ങേണ്ടി വരും എന്നൊക്കെ ഇദ്ദേഹം പറയുകയും ചെയ്യുന്നു. മറുവശം വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇവർക്ക് പോകേണ്ടിയും വരുന്നു. യഥാർത്ഥത്തിൽ അവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞത് ഈ യുദ്ധം ഇപ്പോൾ നിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു.
ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്മർദ്ദങ്ങൾ അവർക്കുണ്ട്, യാതൊരു സംശയമില്ല. നേവൽ ബ്ലോക്കേഡ് എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല, ഇറാൻ്റെ എക്കോണമിയെ കാര്യമായി തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. പക്ഷേ അതേസമയം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഏകപക്ഷീയമായ, അല്ലെങ്കിൽ ഈ സമ്മർദ്ദങ്ങളെല്ലാം കൊണ്ട് അവർ വഴങ്ങാൻ ഇടയുള്ള ഒരു കാര്യമല്ല. ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമ്മർദ്ദങ്ങൾ കൊണ്ട് വഴങ്ങാൻ അവർ ഉദ്ദേശിക്കുന്ന അവരുടേതായിട്ടുള്ള ടേംസിനകത്ത് വന്നാൽ മാത്രം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അറ്റാക്ക് ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ ഇത് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ അറ്റാക്ക് ചെയ്ത ആളുകൾക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുക്തിക്ക് ഒരു തരത്തിൽ നമുക്ക് നിരക്കാത്തൊരു കാര്യമാണ്. അതാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത്. ഇത് ഇപ്പോൾ ജിമ്മി പറഞ്ഞ പോലെ ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ വാണിജ്യ താല്പര്യങ്ങൾക്കും ബിസിനസ് താല്പര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം ആദ്യം മുതലേ തന്നെ. രണ്ട് താല്പര്യങ്ങളൊന്ന് ആ തരത്തിലുള്ള താല്പര്യങ്ങൾ, മറ്റൊന്ന് എപ്സ്റ്റീൻ ഫയൽസിൽ നിന്നുള്ള ഒരു മോചനം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു സംഗതിയാണെന്നൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇതൊന്നും കൂടാതെ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ യുദ്ധം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ലോകക്രമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലുമാണ് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ആരെ ഒറ്റപ്പെടുത്താനും ആരെ ഇല്ലാതാക്കാനുമാണ് ഈ യുദ്ധം ആരംഭിച്ചത്, അതിന് നേർവിപരീതമായി ഇറാൻ്റെ ഒരു എക്സിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു തരത്തിലുള്ള റീബിൽഡ് ചെയ്യാനുണ്ട്, ശരിയാണ്. പക്ഷേ അവർ അങ്ങനെ ഒരു വലിയ ഭീഷണിയിലല്ല. അത് മാത്രവുമല്ല, സ്വന്തം താവളങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സ്വന്തം താവളങ്ങൾ വിട്ടുകൊടുത്ത ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള UAE, സൗദി, ഖത്തർ ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ അമേരിക്കയുമായുള്ള കച്ചവടത്തിൽ കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചൈനയുമായുള്ള അടുത്ത ബന്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈന ഒരു നിലവിലൊരു എന്താ പറയുക രണ്ടാമത്തെ എക്കോണമി എന്ന നിലയിലും അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമെന്ന നിലയിലും എന്നുള്ളിടത്തു നിന്ന് ചൈനയാണ് കൂടുതൽ സ്ഥിരതയുള്ളൊരു പാർട്ട്ണർ എല്ലാ നിലയ്ക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ലോകക്രമത്തിൽ ആ മാറ്റം കൂടി സൃഷ്ടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വാർ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ കാണണം. ശരിയാണ്, എണ്ണ എന്ന് പറയുന്നത് ലോകത്ത് ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു ആയുധമാണ്. അതിനെ മറികടന്നുകൊണ്ട് അതിനെ എന്താ പറയുക അങ്ങനെ നിസ്സാരമാക്കിക്കൊണ്ടൊന്നും സാധിക്കില്ല. പക്ഷേ ഈ എണ്ണക്കച്ചവടം തന്നെ വേറെ രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രസക്തി എന്ന് പറയുന്ന സാധനം ഇല്ലാതാവുകയാണ്. അമേരിക്ക എന്ന് പറയുന്ന എക്കോണമിയുടെ ഏറ്റവും വലിയ സ്വാധീന മേഖലകൾ ഇല്ലാതായി കഴിഞ്ഞാൽ, അത് ഒരു വശത്ത് ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിലൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണാൻ കഴിയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രംപിൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു യുദ്ധം എന്നുള്ളതിന് ഉപരി മറ്റൊന്നും സംഭവിക്കാത്ത ഒരു യുദ്ധമായി ഇതിനെ മാറേണ്ടി വരും. കുറേ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പുനർനിർമ്മിക്കേണ്ട വിധത്തിൽ രാജ്യങ്ങൾക്ക് ഇതുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ലെബനൻ ഈ പറഞ്ഞ രീതിയിൽ 10 ദിവസത്തെ ഇത് പ്രഖ്യാപിച്ചിടത്തുനിന്ന് വീണ്ടും അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ തെമ്മാടി രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസും ആയിരിക്കും അടുത്ത ഏറ്റവും വലിയ വിഷയമായി മനുഷ്യരാശിക്ക് മുമ്പിലുണ്ടാകുക. ഏതായാലും ചർച്ച നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. ഇതേക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സുകളും വന്നുകൊണ്ടിരിക്കുകയാണ്.